ലോകം മുഴുവൻ ശ്വാസം അടക്കിപ്പിടിച്ചിരിക്കുന്ന നിമിഷം. ഹോർമുസ് കടലിടുക്കിൽ യുദ്ധകാഹളം. ഇറാനെ പൂട്ടാൻ ഹോർമുസ് കടലിടുക്കിൽ വൻ യുദ്ധക്കപ്പൽ വിന്യാസവുമായി ട്രംപ്. റഡാറുകളെ വെട്ടിച്ച് US പടക്കപ്പലുകൾക്ക് വമ്പൻ ഭീഷണി ഉയർത്തി ഇറാന്റെ 5000-ഓളം ചാവ് എയർപോർട്ടുകൾ. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തി ഇറാനെതിരെയുള്ള നീക്കം ശക്തമാക്കി അമേരിക്ക. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ ഇറാന്റെ തുറമുഖങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധം പ്രഖ്യാപിച്ചത് കേവലം ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് വൻ ശക്തിയായ അമേരിക്കയുടെ ശക്തി പ്രകടനം കൂടിയാണ്. ഇറാന്റെ തീരത്ത് തന്ത്രപ്രധാനമായ മേധാവിത്വം ഉറപ്പിക്കാൻ മാരകായുധങ്ങളുമായി 15-ലധികം യുദ്ധക്കപ്പലുകളെയാണ് അമേരിക്ക അറബിക്കടലിൽ വിന്യസിച്ചിരിക്കുന്നത്. ഇറാൻ സൈന്യത്തിന്റെ സ്പീഡ് ബോട്ടുകളും US നാവികസേനയുടെ വമ്പൻ യുദ്ധക്കപ്പലുകളും നേർക്കുനേർ വരുന്നത് ആഗോള വിപണിയെയും എണ്ണവിലയെയും ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നുണ്ട്. ഇറാൻ നാവികസേനയുടെ വലിയ യുദ്ധക്കപ്പലുകളിൽ ഭൂരിഭാഗവും ഇതിനകം അമേരിക്ക തകർത്തതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. എന്നാൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കൈവശമുള്ള 5000-ഓളം വരുന്ന സ്പീഡ് ബോട്ടുകൾ US സേനയ്ക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. റഡാറുകളെ വെട്ടിച്ച് അതിവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ ബോട്ടുകൾ കടലിൽ മൈനുകൾ വിതറാനും കപ്പലുകളെ ആക്രമിക്കാനും ശേഷിയുള്ളവയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ട്രംപിന്റെ ഈ കടുത്ത സൈനിക നീക്കം. ഇറാനെ സാമ്പത്തികമായും സൈനികമായും വരിഞ്ഞുമുറുകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഉപരോധം നടപ്പിലാക്കുന്നത്. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ശത്രുരാജ്യത്തിന്റെ തീരദേശങ്ങളിലേക്കുള്ള ചരക്ക് നീക്കം പൂർണ്ണമായും തടസ്സപ്പെടുത്താൻ അമേരിക്കയും ലക്ഷ്യമിടുന്നു. US സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സൈനിക നീക്കത്തിൽ USS ട്രിപ്പോളി എന്ന അത്യാധുനിക കപ്പലാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. F-35B ലൈറ്റ്നിംഗ് II സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളും MV-22 ഓസ്പ്രൈ വിമാനങ്ങളും വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ കപ്പൽ. സാധാരണ രീതിയിലും കൂടുതൽ യുദ്ധവിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും വഹിക്കാനും അവയുടെ അറ്റകുറ്റപ്പണികൾ അവിടെ വെച്ച് തന്നെ നടത്താനും ഈ കപ്പലിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. യുദ്ധം ഏറെ സങ്കീർണമാകുന്ന ഘട്ടത്തിൽ 20-ലധികം F-35B വിമാനങ്ങളെ ഒരേ സമയം തന്നെ വിന്യസിക്കാനുള്ള കരുത്തും USS ട്രിപ്പോളിക്കുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അറബിക്കടൽ, ഒമാൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലെ ഇറാന്റെ തീരദേശ മേഖലകളിലേക്കും തുറമുഖങ്ങളിലേക്കും പ്രവേശിക്കുന്നതും അവിടെ നിന്ന് പുറപ്പെടുന്നതുമായിട്ടുള്ള എല്ലാ കപ്പലുകൾക്കും ഈ ഉപരോധം ബാധകമാണ്. യാതൊരു വിവേചനവുമില്ലാതെ എല്ലാ കപ്പലുകളെയും കർശനമായി പരിശോധിക്കാനും തടയാനും തന്നെയാണ് അമേരിക്കൻ സൈന്യത്തിന് ഇപ്പോൾ സന്ദേശം ലഭിച്ചിരിക്കുന്നത്. ഇറാന്റെ എണ്ണ കയറ്റുമതിയെയും മറ്റ് വ്യാപാര ബന്ധങ്ങളെയും ഈ നീക്കം ദോഷകരമായി ബാധിക്കും. US നാവികസേനയുടെ ഈ വൻ സന്നാഹം മേഖലയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമായ തലത്തിലേക്ക് മാറ്റുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.